ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ വീട് പാലിയാച്ചിൻ്റെ ഒരുക്കങ്ങളും വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ പാലിയാച്ച് വന്നിട്ട് ഏപ്രിൽ 26 ഇലക്ഷൻ തന്നായിരുന്നു. ഇത് തലയ്ക്കും തലേ ദിവസമായ ഏപ്രിൽ 24 ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളെ വീട് പാലിയാച്ചിൻ്റെ തലേ ദിവസം വെളുപ്പിന് ഗണപതി ഹോമവും വൈകുന്നേരം ഭഗവതി സേവ പൂജ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തിരുമേനി പാലിയാച്ചിൻ്റെ തലയ്ക്കും തലേ ദിവസം വൈകുന്നേരം വന്ന് പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ട് പോയായിരുന്നു. കാരണം പിറ്റേ ദിവസം വെളുപ്പിനായിരുന്നു പൂജ തുടങ്ങുന്നത്. അപ്പോൾ വന്നിട്ടിങ്ങനെ എല്ലാം ഒരുക്കുന്നത് പാടായതുകൊണ്ട് തലയ്ക്കും തലേ ദിവസം തന്നെ വന്ന് എല്ലാം റെഡിയാക്കിയിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ നിങ്ങളെ കാണുന്നത്. ഇപ്പം സമയം വന്നിട്ട് വെളുപ്പാരാവിലെ 3:27 ഇന്ന് ഏപ്രിൽ 25, നാളെ ഏപ്രിൽ 26. നാളെയാണ് നമ്മളെ വീടിൻ്റെ പാലിയാച്ച്. അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിൽ ഗണപതി ഹോമം രാവിലെ, വൈകുന്നേരം ഭഗവതി സേവയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ ഗണപതി ഹോമത്തിന് വേണ്ടി വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിനി ബാക്കി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഗണപതി ഹോമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ആ ടൈമിൽ പകുതി വെച്ച് എൻ്റെ ബ്രദറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ പൂജയായ ഗണപതി ഹോമം നല്ല മംഗളമായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം നമുക്ക് കിട്ടിയായിരുന്നു. അത് നമ്മൾ ഇട്ടതിന് ശേഷം ഇതുപോലത്തെ അവിൽ തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ അവിൽ വന്നിട്ട്. ഇത് അന്നേ ദിവസം വൈകുന്നേരത്തെ ഭഗവതി സേവയുടെ ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ആ സമയത്ത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ തക്കിട്ടു, ചേച്ചിയുടെ അമ്മ, എൻ്റെ ഹസ്ബൻഡ്, ബ്രദർ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ ഭഗവതി സേവ നല്ല മംഗളമായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പാലിയാച്ച് കണ്ടാലോ. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ ദിവസം എത്തിയിരിക്കുകയാണ്. അത് ഏപ്രിൽ 26 നമ്മളെ വീടിൻ്റെ പാലിയാച്ച്. നമുക്ക് ഒരു വീടുണ്ടായിരുന്നു. വഴിയുടെ സൗകര്യത്തിൻ്റെ കുറവ് കാരണം നമ്മൾ ആ വീട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. ഇതായിരുന്നു കേട്ടോ എൻ്റെ വീട്. എൻ്റെ 25 വയസ്സ് വരെ ഞാൻ കളിച്ചു വളർന്ന വീട്. ഈ വീട് കൊടുത്ത സമയം തൊട്ടേ ഉള്ള നമ്മളുടെ ആഗ്രഹമായിരുന്നു നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വീട് വയ്ക്കണമെന്ന്. അങ്ങനെ ആ ആഗ്രഹം സഫലമായിരിക്കുകയാണ്. അപ്പം നമുക്കിനി ബാക്കി പാലിയാച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. ഞാൻ ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലിപ്സ് ഒന്നും ഇതിൽ ഞാൻ ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് എല്ലാത്തിൽ നിന്നുള്ളൊരു ചെറിയ ക്ലിപ്സ് മാത്രമാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ വീടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞായിരുന്നു. മുകൾ ഭാഗം ഇത്തിരി പൂശാൻ മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഏപ്രിൽ 23 ആയിരുന്നു തിരുമേനിയുടെ അടുത്ത് നല്ലൊരു ദിവസത്തിൻ്റെ ഡേറ്റ് കുറിക്കാൻ പോയത്. അപ്പോൾ തിരുമേനി ഏപ്രിൽ 26 കയറാൻ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 2 മാസം കഴിഞ്ഞിട്ടേ മുഹൂർത്തം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 2 മാസം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം നമ്മളെ വീണ്ടും എല്ലാ പണിയും കഴിഞ്ഞു. അപ്പോൾ കരുതി ഇനിയിപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു മുഹൂർത്തം കളയേണ്ടെന്ന് കരുതി നമ്മൾ ആ ഏപ്രിൽ 26 തന്നെ നമ്മൾ പാലിയാച്ച് നടത്താൻ തീരുമാനിച്ചായിരുന്നു. അതുപോലെ നമ്മുടെ ഈ പാലിയാച്ചിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയത് ഒത്തിരി നാൾക്ക് ശേഷമാണ് കേട്ടോ. കാരണം നമ്മളെ പാലിയാച്ച് നടന്ന സമയത്ത് ഇലക്ഷൻ ആയിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് തന്നെ ഒത്തിരി നാളായി, കുറച്ച് തിരക്കായി പോയി കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മളുടെ പാലിയാച്ച് വീഡിയോ വരാൻ ലേറ്റ് ആയത്. എല്ലാ കാര്യവും പറഞ്ഞെങ്കിലും ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ വീട്ടുപേര് വന്നിട്ട് ശ്രീശൈലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ശ്രീശൈലത്തിലേക്ക് സ്വാഗതം. പാലൊക്കെ തെളിച്ച് നമ്മൾ പാലിയാച്ച് അങ്ങനെ മംഗളമായിട്ട് നടന്നിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഈ ചടങ്ങിന് ഒരുപാട് പേരെയൊന്നും, ഇപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ ഒരുപാട് പേരെയൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ഫാമിലി മെമ്പേഴ്സും അതുപോലെ ഫ്രണ്ട്സിനെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു ചടങ്ങായിരുന്നു കേട്ടോ. അതുപോലെ എല്ലാവരും വന്ന് നമ്മളെ സന്തോഷത്തിൽ പങ്കുചേർന്ന് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ.
അതുപോലെ നമ്മൾ 5 തിരി കത്തിച്ചാണല്ലോ വീട്ടിൽ കയറുന്നത്. അതിന് നമ്മളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു തിരിയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് വൈകുന്നേരം വരെ അണയാതെ കത്തണമെന്നാണ്. അതിൽ അന്ന് ഇലക്ഷനായിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വോട്ടിടാനും പോയിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം അമ്മയുടെ സമ്മതിയും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഈ ആൻറ്റി ഞാനും ഭയങ്കര കൂട്ടാണ് കേട്ടോ. ആൻറ്റിയുടെ അമ്മയും ഞാനും ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് കുറേ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും തിരിച്ച് പോയായിരുന്നു. അതുപോലെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വന്ന ചിറയൻകീഴ് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകണമായിരുന്നു. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് നമ്മൾ ശാർക്കര അമ്പലത്തിലും കൂടെ കയറി. ആ സമയത്ത് അവിടെ ഉത്സവം കഴിഞ്ഞ് അവിടെ പറമ്പ് നടക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് ജസ്റ്റ് പറമ്പൊക്കെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയായിരുന്നു കേട്ടോ. ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതിന് ശേഷം നമ്മൾ കുറച്ചേരം അവിടെ ഇരുന്നിട്ട് പറമ്പൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, ഇത്രയേ ഉള്ളൂ നമ്മളെ കുട്ടി പാലിയേച്ച് വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നമ്മളെ ശ്രീശൈലത്തിൻ്റെ ഹോം ടൂറായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. കാരണം ഇതിൽ ഒരുപാട് വീഡിയോസൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീശൈലത്തിനെ മൊത്തമായിട്ട് നിങ്ങൾക്ക് കാണാനും പറ്റിയിട്ടുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഉടനെ ഒരു ഹോം ടൂറായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ ബ്ലെസ്സിങ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഇനിയും നമ്മളുടെ ശ്രീശൈലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് നമ്മളെ കുട്ടി വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയും പോലെ നമ്മളെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി ശ്രീശൈലത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.